Hello all, welcome back to Vision Learning and good afternoon. So we are back with another live. എല്ലാവരും എക്സാം എഴുതി വേണ്ടിയിട്ട് റെഡിയാണ്. Tomorrow you have an exam. So as usual നമ്മൾ will be giving some idea regarding OET modules, എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, what all are the things you need to keep in your mind when you're going to attend OET speaking. Okay, so today we only have two people here. We have Ankita ma'am, she'll be taking writing module, and I'll be telling something regarding speaking module. Anyway, we can wait for a few minutes and let's roll after that. So anyway, we can start with speaking module, and speaking is the last module, right? എല്ലാ ഡബ്ല്യു എസിൽ നമ്മുടെ ഓൾറെഡി ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളാണ് സ്പീക്കിംഗ്. ആൻഡ് സ്പീക്കിങ്ങിലേക്ക് വരുമ്പം വാട്ട് വി ഹാവ് ടു ഫോക്കസ് ഈസ് ഓൾവേസ് ദ ക്രൈറ്റീരിയൻസ് അല്ലേ. നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ക്രൈറ്റീരിയ ആണ്. വാട്ട് വി ആർ, ഹൗ വി നീഡ് ടു ടോക്ക്, എങ്ങനെ സംസാരിക്കണം, വാട്ട് വി നീഡ് ടു ടോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്പീക്കിങ്ങിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. എനിവേ ഇത് ക്രൈറ്റീരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ്, വാട്ട് യു നീഡ് ടു ഫോക്കസ് ഡ്യൂറിങ് യുവർ സ്പീക്കിംഗ്. ഫോക്കസ് ചെയ്യും ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ വാമപ്പ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ബട്ട് ഈവൻ ദോ യു ഹാവ് ടു യുനോ ഗിവ് നാച്ചുറലി. വാമപ്പ് ആണെങ്കിലും എന്താണെങ്കിലും
പ്രൊഫഷണലി എങ്ങനെയാണോ സ്പീക്ക് ചെയ്യുക അതുപോലെ തന്നെ സംസാരിക്കും. ഓക്കെ. സോ സ്പീക്കിംഗിലേക്ക് വരുമ്പോൾ യു നോ ദാറ്റ് ദ ടൈമിംഗ് ഈസ് ആക്ച്വലി 20 minutes അല്ലെ. വിത്തിൻ 20 minutes വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് അവർ സ്പീക്കിംഗ് ആൻഡ് എങ്ങനെയാണ് ഫസ്റ്റ് വെരിഫിക്കേഷൻ ആൻഡ് എവറിത്തിങ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് warm-up questions will be there. So you know the warm-up questions, right? Introduce yourself. Obviously, that is going to be the first one. And why do you choose qualities? Any any experience you don't forget? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് warm-up ഉണ്ട്. So you can expect any question, but ഇപ്പോൾ വരുന്ന ഒരു സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ they'll be asking the same thing in a different way. So interlocutors നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കും. So why do you choose this profession എന്ന് പറയുന്നത് what made you come to this profession എന്ന് ചോദിക്കുക. അപ്പൊ ഇങ്ങനെ വേരിയസ് വേയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ബട്ട് ദ മീനിങ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ബി ദ സെയിം. എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സെയിം, പക്ഷെ ചോദിക്കുന്ന വിധത്തിൽ മാത്രം മാറ്റം ഉണ്ടാകും. സോ ഡോണ്ട് എക്സ്പെക്ട് സ്റ്റീരിയോടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഫ്രം ദ ഇന്റർലോക്യൂട്ടർ. ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ ഇത് തന്നെ ചോദിക്കുന്ന പ്രതീക്ഷിച്ച് നിൽക്കണ്ട, അത് വേറെ വഴിയിലൂടെ ഇന്റർലോക്യൂട്ടർ ചോദിക്കുന്നുണ്ടാവാം. ആൻഡ് ആഫ്റ്റർ ദ 3 minutes, after almost 3 minutes, you'll be having the warm-up questions, right? And right after completing the warm-up questions, you'll be moving to the preparation time for the first role play card. So you'll be having the 3 minutes, and you have to prepare the role play card according to the scenarios given, the task given. അപ്പൊ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ 3 minutes തന്നെ ഫോക്കസ് ചെയ്യുക. വാട്ട് കൈൻഡ് ഓഫ് പേഷ്യൻസ് യു ഹാവ്, ലൈക് നോൺ ഓർ അൺനോൺ കേസ് ആണോ, റഫറൽ ആണോ, എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാം. where you need to start and how you need to end, ഈ കാര്യങ്ങൾ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ നമ്മൾ തുടക്കം പോയി കഴിഞ്ഞാൽ തുടക്കത്തിലാണ് ഇച്ചിരി സ്ട്രഗിൾ വരിക, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ടാസ്കുകളൊക്കെ നിങ്ങൾ ചെയ്തു പോകും, ക്വസ്റ്റ്യൻ ആണെങ്കിലും ഓർ ഇവൻ എക്സ്പ്ലനേഷൻ ആണെങ്കിലും അഡ്വൈസ് ആണെങ്കിലും വാട്ട് എവർ വിൽ ബി ഡൂയിങ് ദാറ്റ്. ബട്ട് എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ നമ്മൾ എൻഡ് ചെയ്യും, സോ ഈ കാര്യങ്ങൾ കൂടി ഫോക്കസ് ചെയ്യും. അപ്പം ആഫ്റ്റർ ദ 3 minutes you need to start the role play, and for the 5 minutes have to speak for 5 minutes, and അത് കഴിഞ്ഞിട്ടോ the next role play card will be given, just same 3 minutes for the preparation, and after that 5 minutes for the next role play. So total of within 20 minutes your speaking will be complete. Okay, the nervous അടിക്കാതെ കൂൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സംസാരിക്കാൻ നോക്കും. ഓക്കെ, so as I told you, നമ്മുടെ ക്രൈറ്റീരിയ ആണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. സോ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ we need to maintain the criteria. Okay, let's see, you can see the slide that നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ അല്ലേ. ആൻഡ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഏതാണ്? ദാറ്റ് ഈസ് കോൾഡ് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ അല്ലേ. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ. ആൻഡ് അണ്ടർ ദാറ്റ് ക്രൈറ്റീരിയ we have 4 criterions. 4 criterions വരും. And the first one is actually intelligibility, second one fluency, third one appropriateness of language, and the last one we have the resources of grammar and expression. So these are the 4 criterions, and each criterion will get around 6 marks അല്ലെ. 6 മാർക്കാണ് നമുക്ക് ഓരോ ക്രൈറ്റീരിയനും കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 into 4 24 marks will be there for this criterion. So ഈ ഒരു ക്രൈറ്റീരിയക്ക് മാത്രമായിട്ട് നമുക്ക് 24 മാർക്സ് ഉണ്ടാവും. അപ്പം മെജോറിറ്റി ഓഫ് നിങ്ങളുടെ സ്കോർ വരുന്നത് ഈ ഒരു ക്രൈറ്റീരിയൻ തന്നെയാണ്. ടോട്ടൽ എത്രയാണ് നമുക്ക് സ്പീക്കിംഗിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് 39 മാർക്സ്. 39 മാർക്സിൽ 24 goes for linguistic criteria, and the remaining goes for what? Clinical communication criteria. 15 മാർക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. That will be for clinical communication criteria. And let's see what intelligibility actually is. എന്താണ് intelligibility? Simply പറയുകയാണെങ്കിൽ the voice which we are actually producing, it should be audible to the person first. എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിനർത്ഥം ഒരു പേഷ്യന്റ് അടുത്ത് പോയിട്ട് ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കണം, അല്ലെ പയ്യെ സംസാരിക്കണമെന്നല്ല. യു ഹാവ് ടു മെയിൻറ്റെയിൻ എ നോർമൽ voice, and it should be audible to the person you are talking to. And what are the other factors you need to focus? നമ്മുടെ intonation we need to focus, rhythm we need to focus, stress focus ചെയ്യണം, the ups and downs, the flow and the pauses, everything you need to focus in intelligibility. ഇപ്പൊ നമ്മുടെ വോയിസ് ആണ് അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നത്. When we are moving on to fluency, ഫ്ലുവൻസിയിൽ വരുമ്പോഴെന്താണ് അല്ലെ, നേരത്തെ നമ്മൾ ശബ്ദം എത്രത്തോളം ഉണ്ട് അല്ലെ. Now it is actually focusing on the speed in which we are actually talking. നമ്മൾ എത്രത്തോളം സ്പീഡിൽ സംസാരിക്കുന്നില്ല കാര്യമാണ് നമുക്ക് ഫ്ലുവൻസിയിലേക്ക് വരിക. നമ്മൾ സ്പീഡിൽ ഒരുപാട് സ്പീഡിൽ സംസാരിച്ച എന്താകും? വാട്ട്സ് ഗോണ ഹാപ്പൻ? The patient won't be able to understand or even track your voice അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. സോ വി നീഡ് ടു കീപ് എ നോർമൽ സ്പീഡ്. ഇപ്പൊ നോർമൽ സ്പീഡിലായിരിക്കണം. ആൻഡ് the fact is that അവിടെയാണ് നമ്മൾ ഹമ്മിങ്ങും കാര്യങ്ങളൊക്കെ വരും അല്ലെ. ചില സമയത്ത് സംടൈംസ് യു മൈറ്റ് ബി ഫോർഗെറ്റിംഗ് വാട്ട് വി നീഡ് ടു ടോക്ക്. എന്ത് സംസാരിക്കണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ വരും.
അവിടെ എന്ത് ചെയ്യും, ഇങ്ങനെ അവിടെ നിൽക്കും, ഗ്യാപ്പ് വരും. ഇൻ ഓർഡർ ടു ഫിൽ ദ ഗ്യാപ്പ് വിൽ ബി യൂസിങ് സം ഫില്ലേഴ്സ്. ഈ ഫില്ലേഴ്സിനെയാണ് നമ്മൾ ഹമ്മിങ് ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ മാക്സിമൈസ് ചെയ്യുക, ഹമ്മിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. ദാറ്റ് കംസ് അണ്ടർ ഫ്ലുവൻസി. എന്തൊക്കെയായി? ശബ്ദം ഇറ്റ് ഷുഡ് ബി ഗുഡ്, സ്പീഡ് ഇറ്റ് ഷുഡ് ബി നോർമൽ. ഇനി അപ്രോപ്രിയേറ്റ്നെസ്, വാട്ട് എവർ യു ആർ ടെല്ലിങ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. നമുക്കൊരു കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലെ, റോൾ പ്ലേക്കാളുടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. ഇന്ന സിറ്റുവേഷൻ ആണ്, ബാഡ് ഗുഡ് ന്യൂസ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്, വാട്ട് എവർ വേർഡ് വിച്ച് യു ആർ യൂസിങ്, the phrases which you are using, everything should be based on the context. ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് യു നീഡ് ടു കീപ് യുവർ വോയിസ് അക്കോർഡിംഗ് ടു ദ കോണ്ടെക്സ്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, വോയിസ്, the kind of words which you are using, with the kind of phrases which you are using, everything should be എന്താണ്, ആ ഒരു കോണ്ടെക്സ്റ്റിൽ മാച്ചിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ സൗണ്ട്, സ്പീഡ് ആൻഡ് വാട്ട് വി ആർ ആക്ച്വലി ടോക്കിംഗ്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഏത് ടോൺ, ഇതൊക്കെ കോണ്ടെക്സ്റ്റിനനുസരിച്ചായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റീസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. Resources of grammar and expression. See, simply saying നമ്മുടെ, if we are talking, if we can convey the meaning to the person, that itself is enough എന്ന് പറയുന്നുണ്ടാവും. ബട്ട് ഈവൻ ദോ വി നീഡ് ടു മെയിൻറ്റെയിൻ എ ഗ്രാമർ. നല്ല രീതിയിൽ ഗ്രാമാറ്റിക്കൽ യൂസേജസ് ഉണ്ടാകണം, ഗ്രാമർ ഷുഡ് ബി കറക്റ്റ്. ആൻഡ് എന്തൊക്കെയാണ്, നമ്മൾ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. വി ഹാവ് ടു ബി റിച്ച് ആൻഡ് ഫ്ലെക്സിബിൾ എന്നാണ് എപ്പോഴും ആ ഒരു ക്രൈറ്റീരിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഹൗ വി ക്യാൻ ബി റിച്ച് ആൻഡ് ഹൗ വി ക്യാൻ ബി ഫ്ലെക്സിബിൾ. റിച്ച് ഇൻ ദ സെൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, വിൽ ബി യൂസിങ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് വിൽ ബി യൂസിങ് എ ലോട്ട് ഓഫ് വേർഡ്സ്. വൊക്കാബുലറി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ടു മച്ച് അല്ലെ. നമ്മുടെ ഉപയോഗിക്കുന്നത് ഒരിക്കലും റെപ്യൂട്ടേഷൻ ഇല്ലാതെ ഉപയോഗിക്കുന്നതാണ്. ദാറ്റ് ഈസ് വേർ വി ബിക്കം ഫ്ലെക്സിബിൾ അല്ലെ. ഒരു ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഐ ക്ലിയർ ടു യു എന്നുള്ള കാര്യം തന്നെ നമ്മൾ അടുത്ത എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, വാട്ട്സ് ഗോണ ഹാപ്പൻ, വിൽ ബി കോൺസ്റ്റന്റ് ഇൻ ഓൾ വേ. ഇപ്പൊ എന്ത് ചെയ്യാം, ഇൻസ്റ്റെഡ് ഓഫ് am I clear to you, I hope my words are clear to you, hope everything whatever I explained is clear to you, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ട് വേയിൽ സംസാരിക്കും. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഫ്രേസിനെ ഒരു സെന്റൻസിനെ മാത്രം യൂസ് ചെയ്യാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫോംസിൽ കൂടി പോകണം. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് റീസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി, സ്പീഡ് നോക്കി, വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് അവർ വോയിസ്, എത്രത്തോളം വോയിസ് ഉണ്ടാകണം, വാട്ട് വി ആർ ടോക്കിംഗ്, അതൊക്കെ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ആൻഡ് the grammatical things. Vocabulary is really important, usages important ആണ്, and everything should be good and rich. So അതാണ് നമുക്ക് ഇവിടെ വരുന്നത് linguistic criteria എന്ന് പറയുന്നത്. And it goes around 24 marks and we have the next criteria അല്ലെ. അടുത്ത 15 മാർക്സ് വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഏത്, ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ഓക്കെ, ദിസ് ഇസ് സംതിങ് നമ്മൾ ഇത്ര നമ്മുടെ വോയിസ് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ദിസ് കംസ് ഫോർ ദ ലൈക്ക് കമ്പാഷൻ. ഈ ഒരു ക്രൈറ്റീരിയ ആണ് ഏറ്റവും കൂടുതൽ ഒരു നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ദ ഫസ്റ്റ് വൺ ഈസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്രൈറ്റീരിയൻ വരുന്നത്. എനി ഐഡിയ റിഗാർഡിംഗ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്? എന്തായിരിക്കും റിലേഷൻഷിപ്പ് ബിൽഡിംഗ്? സിംപ്ലി സെയിങ്, ഒരാളുടെ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇഫ് യു ആർ ഗോയിങ് ടു ടോക്ക് വിത്ത് എ ന്യൂ പേഴ്സൺ, ഹൗ ഡു യു ഗോണ മേക്ക് എ റിലേഷൻഷിപ്പ്? എങ്ങനെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? യു ഗോണ സേ ഗുഡ് മോർണിംഗ് ഓർ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് അല്ലെ. അപ്പൊ നമ്മൾ ഗ്രീറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. സോ greeting is really important. അത് കഴിഞ്ഞിട്ടോ what you gonna do next? After the greeting you need to tell who you are അല്ലെ. നിങ്ങൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതാണ് നമുക്ക് അടുത്ത പോയിന്റ് വരുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്, ആരാണ്, ഗ്രീറ്റ് ചെയ്യാം, ആൻഡ് യു ഓൾസോ ഹാവ് എ പേർപ്പസ് ബിഹൈൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. നമുക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ പേർപ്പസ് ഉണ്ട്. അപ്പൊ അത് കൂടി നമ്മൾ സ്റ്റേറ്റ് ചെയ്യാം. മേ ബി ഇൻ സം സെനാരിയോസ് നിങ്ങളിപ്പോ എന്താണ് പ്രീ ഓപ്പറേറ്റീവ് ചെക്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വന്നതാണെങ്കിൽ യു നീഡ് ടു എക്സ്പ്ലെയിൻ ഐ ആം ആക്ച്വലി ഹിയർ ടു ഡു ദ പ്രീ ഓപ്പറേറ്റീവ് ചെക്സ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ റിലേഷൻഷിപ്പിൽ. ഇനി എന്താണ്, വി നീഡ് ടു ബി ആക്റ്റീവ് ഓൾ ദ ടൈം. പേഷ്യന്റ് സംസാരിക്കുമ്പോൾ എപ്പോഴും എന്താണ്, ആക്റ്റീവ് ലിസണിങ് ഉണ്ടാകണം. അതുപോലെ തന്നെ വി നീഡ് ടു അപ്രീഷിയേറ്റ് വാട്ട് എവർ ദ തിങ്സ് ഹീസ് ആക്ച്വലി പുട്ടിങ് ഫോർവേഡ്. എന്താണെങ്കിലും പേഷ്യന്റിന്റെ സെനാരിയോകൾ കണ്ടിട്ട് വി നീഡ് ടു അപ്രീഷിയേറ്റ് തിങ്സ് that are to be appreciated. Okay, അടുത്ത കാര്യങ്ങൾ എന്താണ്, and sometimes the patient is going to say that I'm not really going to do anything, I don't want to do this, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ. ബട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്താണ്, don't judge the patient, understand it in the person's or the patient's perspective. അപ്പോൾ ആളൊരു പേഷ്യന്റിന്റെ POV കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, we need to explain, we need to acknowledge it.
ആൻഡ് അതുപോലെ തന്നെ എന്താണ് സംടൈംസ് പേഷ്യന്റ് ഇപ്പൊ നമ്മളടുത്ത് പറയുന്നുണ്ടാവും എനിക്ക് ഒരുപാട് വേദനയുണ്ട്, ഞാൻ എന്റെ കുട്ടികളെ കുറിച്ച് കൺസേൺഡ് ആണ്, ഐ എം കൺസേൺഡ് അബൌട്ട് മൈ കണ്ടീഷൻ, ഇങ്ങനെയൊക്കെ പറയാം അല്ലെ. എന്ത് നമ്മൾ പറയും, യു നീഡ് ടു ഷോ എംപത്തി, റൈറ്റ്? എംപത്തറ്റിക്കൽ ആയിരിക്കണം എപ്പോഴും. സോ ദിസ് കംസ് അണ്ടർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ്, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് ക്രൈറ്റീരിയൻ. രണ്ടാമത്തെ ക്രൈറ്റീരിയൻ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ് എന്നാണ്. ഒരാളുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വി നീഡ് ടു ലിസൺ ടു ദ പേഷ്യന്റ്. ഒന്നെങ്കിലും പേഷ്യന്റ് പറയുന്നത് ലിസൺ ചെയ്യും. അതർവൈസ് വി നീഡ് ടു നോ അബൌട്ട് എ പേഴ്സൺ, വിൽ ബി ആസ്കിങ് ഹിം ഓർ ഹർ അല്ലെ, എന്താണ് പ്രോബ്ലം, എന്താണ് കണ്ടീഷൻ, വാട്ട് ആർ യു ഫീലിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് പേഴ്സൺസ് പെർസ്പെക്റ്റീവ്. അപ്പൊ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്താണ്, മോസ്റ്റ്ലി എവ്രി വൺ ഈസ് ഗോയിങ് ടു തിങ്ക് ദാറ്റ് ഇൻഫർമേഷൻ ഗ്യാതറിംഗിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ബട്ട് നൗ ഇറ്റ് കംസ് അണ്ടർ ദിസ് ക്രൈറ്റീരിയൻ, ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ പെർസ്പെക്റ്റീവ് എലിസിറ്റ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള റോൾ പ്ലേ കാർഡ്സിലൊക്കെ കാണുന്നതാണ് എലിസിറ്റ്, എക്സ്പ്ലോർ, ഇങ്ങനെയുള്ള വേർഡ്സ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡ് ഔട്ടിനെക്കാളും കൂടുതൽ ഇപ്പൊ എന്താ വരുന്നത്, എക്സ്പ്ലോർ ചെയ്യുക, എലിസിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അല്ലെ. ദീസ് ആർ സംതിങ് റിലേറ്റഡ് ടു എന്താണ്, സെയിം സിനോണിമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സംടൈംസ് വി ഓൾസോ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺസ് പെർസ്പെക്റ്റീവ് അല്ലെ. എങ്ങനെ മനസ്സിലാക്കാം? ചില സമയം ബാക്ക്ഗ്രൗണ്ടിൽ, ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ദെൽ ബി ഗിവൻ ദാറ്റ് ദ പേഷ്യന്റ് ഈസ് ആൻഷ്യസ്, കൺസേൺ, വാട്ട്സോഎവർ അല്ലെ, ഡിപ്രസ്ഡ്, അങ്ങനെ പല ഇൻഫർമേഷൻസ് ഉണ്ടാവും. ദിസ് ഈസ് ആക്ച്വലി ദ ക്യൂ ഓഫ് ദ പേഷ്യന്റ്. അപ്പൊ ആ ക്യൂ എന്ത് ചെയ്യണം നമുക്ക്? വി നീഡ് ടു ഐഡന്റിഫൈ ദ ക്യൂ ഫസ്റ്റ്, ആൻഡ് we can say that from your face it seems a bit anxious. Am I correct? He's going to see, maybe if he's anxious, he's going to tell you that he's anxious. അല്ലെ. അപ്പൊ എന്ത് പറയണം? Okay, please tell me the reason behind it. എന്താണ് കാരണം എന്ന് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്യൂസ് എപ്പോഴുണ്ടാവും? നമ്മുടെ കോൺടെക്സ്റ്റിൽ അല്ലെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ടാവുക. When you are going to prepare the 3-minute during the preparation time, underline something like this. ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കുക, എന്താണ്, ആൻഷ്യസ് ആണോ, എന്താണ് റീസൺ, ഇതൊക്കെ നമ്മൾ ചോദിക്കുക. ആൻഡ് നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻസ് കിട്ടിയല്ലേ, പേഷ്യൻസ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പേഷ്യന്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ദെൻ വാട്ട് വി ഗോണ ഡു, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ആൻഡ് ദാറ്റ് വിൽ ബി ഗിവൻ ഇൻ അവർ ടാസ്ക്. എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പ്രിവെന്റീവ് ഇൻഫർമേഷൻസ് കൊടുക്കുക, ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, കോസസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൺസേൺസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, and you need to relate your explanations according to that. Okay, ഇനി എന്താണ്? We are done with understanding and incorporating patient's perspective അല്ലേ. Now moving on to providing structure, that is our third task. അപ്പൊ എങ്ങനെയാണ് ഒരു OET റോൾ പ്ലേ അതെങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി സീക്വൻസ്ഡ് അല്ലെ, ലോജിക്കലി പർപ്പസ്ഫുള്ളി സീക്വൻസ് ചെയ്തിരിക്കണം. ഒരു പേഷ്യന്റ് വരെയാണെങ്കിൽ ചാടി കയറിയിട്ട് are we going to ask the patient എന്താ പറയുക, നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുമോ? So that is not the first question that we are going to ask അല്ലെ. അപ്പൊ എന്താണ്, ലോജിക്കലി ചിന്തിക്കുകയാണ് നമ്മൾ. എന്ത് ചോദിക്കും? പേരെന്താ, എന്ത് സംഭവിച്ചു, വാട്ട് റിയലി ഹാപ്പൻഡ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. Just like the same, you need to sequence your role play purposefully and logically. That is the first thing. ഇനി ഒരു ടോപ്പിക്കിൽ നിന്നും അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അടുത്ത് നിങ്ങൾ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു ടാസ്കിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഹൗ യു ഗോണ സൈൻ പോസ്റ്റ് ചേഞ്ച്? സിംപ്ലി ഇങ്ങനെ പറഞ്ഞാൽ മതി, എവിടെയാണോ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിന്ന് പുതിയൊരിതിലേക്ക്. Like so far you gave me some information regarding this questions or whatsoever, and now I would like to tell you something regarding the whatsoever, എന്താണ് എക്സ്പ്ലനേഷൻ, അതുപോലെ. അപ്പൊ ഈ ഒരു സൈൻ പോസ്റ്റ് ചേഞ്ചസ് കൂടി നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ആൻഡ് we also know that നമുക്ക് ഒരു ടാസ്കിൽ ഒരുപാട് എന്താണ് ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലെ, ബ്രാക്കറ്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വി കൻ ഓർഗനൈസ് ഇറ്റ് അല്ലെ. ഒരു ഓർഗനൈസർ പോലെ തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യും. എന്താണ്, ഫസ്റ്റ്ലി, ഫൈനലി, സെക്കൻഡ്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾസോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. ദിസ് ഇസ് കോൾഡ് ഓർഗനൈസിങ് ടെക്നിക്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഫോക്കസ് ചെയ്യാം. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് പ്രൊവൈഡിങ് സ്ട്രക്ചർ. ആൻഡ് മൂവിങ് ഓൺ ടു ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, അതാണ് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്രൈറ്റീരിയൻ വരുന്നത്. ആൻഡ് ഇൻ ദാറ്റ് ക്രൈറ്റീരിയൻ നമ്മൾ എന്താ, വി ഓൾറെഡി ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ് to the patient അല്ലെ. അപ്പൊ patient is going to give you a narrative, ഇന്ന കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നതൊക്കെ. We have to be active.
ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. സിംപ്ലി സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഡസൻ മീൻ ദാറ്റ് വി ആർ ആക്റ്റീവ്ലി ലിസണിങ് അല്ലെ. നമ്മൾ ഓഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ ആണെങ്കിൽ നമുക്ക് മുഖം കണ്ടെന്തെങ്കിലും കാണിക്കാം. ബട്ട് ഇൻസ്റ്റഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ വി ഹാവ് ടു കൺവേ ദാറ്റ് വി ആർ ആക്റ്റീവ് ടു അവർ വോയിസ്. ഇപ്പൊ എന്ത് ചെയ്യാം, ക്യാരി ഓൺ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്, എനിത്തിങ് എൽസ്, യു ക്യാൻ കീപ് ഗോയിങ്, ടെൽ മീ വാട്ട് റിയലി ഹാപ്പൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മേക്ക് ദ പേഴ്സൺ ടോക്ക് മോർ, ഒരുപാട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുക. ദാറ്റ് ഈസ് സംതിങ് യു നീഡ് ടു ഫോക്കസ്. ആൻഡ് ഓൾസോ വെൻ ദ പേഷ്യന്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ നറേറ്റീവ്, ചാടി കയറിയിട്ട് എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ പറയാം, അങ്ങനെ ഒരു ടെൻഡൻസി ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാകാം. ബട്ട് ലെറ്റ് ദ പേഷ്യന്റ് കംപ്ലീറ്റ് വാട്ട് എവർ ഹി എക്സ്പ്ലെയിൻസ്. ആൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ദെൻ യു ക്യാൻ ഗിവ് യുവർ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇനിയോ ഇനീഷ്യൽ ആയിട്ട് ഓപ്പൺ ക്വസ്റ്റ്യൻ, ക്ലോസ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓപ്പൺ ക്വസ്റ്റ്യൻ മീൻസ് വാട്ട് റിയലി ഹാപ്പൻ, സോ ഈസ് ഗോയിങ് ടു ഗിവ് യു എ ഗുഡ് നറേറ്റീവ്. ക്ലോസ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഡു യു ഹാവ് പെയിൻ, യെസ് ഓർ നോ, ഇങ്ങനെയുള്ള ആൻസേഴ്സ് വരുന്നത് ക്ലോസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ടു ക്ലോസിലേക്ക് പോവുക. പിന്നെ എന്തൊക്കെയാണ്, ലീഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. ഓൾസോ ഇൻ കേസ് ഇഫ് ദർ ഈസ് എനി ക്ലാരിഫിക്കേഷൻസ് വിച്ച് ആർ നീഡഡ്, അതിൽ സ്ട്രെസ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുക. ആൻഡ് ഇൻ ദ എൻഡ് യു ക്യാൻ ഓൾസോ സമ്മറൈസ് ഫാക്ടേഴ്സ് അല്ലെ, അത്ര നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യും. സോ ദീസ് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് കംസ് ഇൻ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ആൻഡ് the final criterion that is actually information giving അല്ലെ. ഇൻഫർമേഷൻ ഗിവിംഗിൽ വരുമ്പോൾ the first point is actually establishing initially what the patient already knows അല്ലെ. പേഷ്യന്റിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് എവിടുന്ന് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ കൊടുത്തിട്ടുണ്ടാകും പേഷ്യന്റ് ഇന്നതാണ്, ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്. ദീസ് ഓൾ ഓഫ് ദ തിങ്സ് ദ പേഷ്യന്റ് ഓൾറെഡി നോസ് അല്ലെ. അപ്പൊ നമുക്ക് കേസ് നോട്ട് വായിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാം. The case note tells that, or from the case note I can understand that you recently had this kind of problems, you have type 2 diabetes whatsoever, and now you are here to seek some advices. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. Okay, and after that we also have pausing periodically whenever we give information അല്ലെ. ഇടയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പോസ് ചെയ്യാം. then the patient will be able to see എന്താണ് പേഷ്യന്റ് റെസ്പോൺസ് കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. and we can also encourage the patient to എന്താ പറയാ, കോൺട്രിബ്യൂട്ട് ദ ഫീലിങ്സ് ഓഫ് റിയാക്ഷൻസ് അല്ലെ. അപ്പൊ അങ്ങനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പേഷ്യന്റിന്റെ ഫീലിങ്സ്, റിയാക്ഷൻസ്, ലൈക്ക് വെൻ വി ആർ ആക്ച്വലി ഗിവിംഗ് റെക്കമെൻഡേഷൻസ് അല്ലെ. റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ what do you think about that, will you be able to do it എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. then he is going to contribute the feelings, his or her feelings will be contributed. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. സോ ജസ്റ്റ് എ ക്യാപ്സ്യൂൾ ഫോം സ്പീക്കിംഗ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. And yeah, if you have any questions, definitely you can ask. Let me hand over to Ankita ma'am. She'll be telling you about writing module. Okay, hi students. ഞങ്ങൾക്കറിയാം നിങ്ങൾ നാളെ എക്സാമിനുള്ള പ്രിപ്പറേഷനിലായിരിക്കും എന്നുള്ളത്. സോ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ റൈറ്റിംഗ് മൊഡ്യൂളിനെ കുറിച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ലൈവ് വന്നിട്ടുള്ളത്. സോ മെയിൻലി ഞാനൊരു ബ്രീഫായിട്ട് ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ബിക്കോസ് കോമൺ ആയിട്ട് സ്റ്റുഡൻസിന്റെ പാർട്ടിൽ നിന്ന് നമ്മുടെ അടുത്ത് ക്വയറി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെ അതൊരു റെഫറൽ ആണോ, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. പല സ്റ്റുഡൻസും അത് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ റെഫറൽ ലെറ്ററിന് പകരം അപ്ഡേഷൻ ആവാറുണ്ട്, അപ്ഡേഷൻ ലെറ്ററിന് പകരം റെഫർ ആവാറുണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഒരു കോമൺ ആയിട്ട് നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷൻ ടൈമിൽ ഇത് ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സ്ലൈഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്ചാർജ് കേസ് ആണ്. നിങ്ങൾക്കറിയാം, ആസ് യു നോട്ട് ദാറ്റ് നിങ്ങളുടെ കേസ് നോട്ടിൽ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇറ്റ്സ് വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ ഇറ്റ് ഈസ് എന്നുള്ളത്. ഡിസ്ചാർജ് കേസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പ്രിമൈസിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്നു. മേ ബി അവരുടെ ഹോമിലേക്ക് ആയിരിക്കാം, ഓർ ടു ദ നഴ്സിംഗ് ഹോം ആയിരിക്കാം, ഓർ ഏതെങ്കിലും വേറൊരു നെക്സ്റ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു റിഹാബ് സെന്ററിലേക്ക് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഡിസ്ചാർജ് ലെറ്ററിന്റെ കൺസിഡറേഷനിലാണ് വരുന്നത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്? ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് CVA, requires assistance to resume his daily activities following his discharge today. Or അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോ നമ്മളൊരു കോംപ്ലക്സ് സെന്റൻസിന്റെ ഫോർമാറ്റിലേക്കാണ് ആ ഒരു പേർപ്പസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
ഓർ അതർവൈസ് നിങ്ങൾക്ക് നേരെ തിരിച്ചാണെങ്കിലും അതിനെ ഷോർട്ട് ആയിട്ട് സെന്റൻസസ് ഡിവൈഡ് ചെയ്തിട്ടാണെങ്കിലും എഴുതാൻ പറ്റും. അങ്ങനെ just you need to put a full stop over that. I'm writing to refer Mr. X who has been diagnosed with CVA. Then you get full stop. And next sentence ആയിട്ട് പിന്നെ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? He requires assistance to resume his daily activities following his discharge today എന്നുള്ളത് മെൻഷൻ ചെയ്യാം. ഇനി അതിനും ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോളോയിങ് ഹിസ് ഡിസ്ചാർജ് എന്നുള്ളതിന് പകരമായിട്ട് ആക്ടിവിറ്റീസ് വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം? ആൻഡ് ഹി ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ. അത് ഡിപ്പെൻഡ് ആണ്. എല്ലാ കേസിലും ഇന്ന് തന്നെയാണ് ഡിസ്ചാർജ് എന്ന് വരണമെന്നില്ല. മേ ബി ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നാളെ ആയിരിക്കാം, ഏത് വേണമെങ്കിലും ആവാം. അത് ഡിപ്പെൻസ് ആണ്. സോ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യു നീഡ് ടു റീഡ് യുവർ കേസ് നോട്ട്. ഇത് ഇന്നത്തെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസ് ബീങ് ഡിസ്ചാർജ് എന്ന് പറയാം. ഇനി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫ്യൂച്ചറിൽ ഒരു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ഡിസ്ചാർജ് ടുമാറോ, അല്ലെങ്കിൽ ഏതാണോ കോൺസിക്വന്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നിട്ടുള്ളത് ആ ഒരു ഫ്യൂച്ചറിലെ ഡേറ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഡിസ്ചാർജ് ലെറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് കേസ് ആണ്. ട്രാൻസ്ഫേഴ്സ് കേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അതിന്റെ ഒരു ഡിഫറെന്റ് ഫോം ആണ് ട്രാൻസ്ഫർ ലെറ്ററിൽ വരുന്നത്. അതില് പേഷ്യന്റ് ഒരു കെയർ ഹോമിൽ നിന്ന് മേ ബി വേറൊരു കെയർ ഹോമിലേക്കുള്ള ഷിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് റീഹാബ് സെന്ററിലേക്കുള്ള ട്രാൻസ്ഫർ ആയിരിക്കാം, അല്ലെ? അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് വരുന്നുണ്ട്. മേ ബി കെയറിന്റെ മാത്രം ട്രാൻസ്ഫർ ആയിരിക്കാം. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ് നമുക്ക് കേസ് നോട്ടിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കേസ് നോട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പേർപ്പസ് പാരാഗ്രാഫ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. I'm writing to refer Mr. X so and so. ഏതാണെങ്കിൽ പേര് വരാം. Who has Parkinson disease. PD means Parkinson disease. But do not use the abbreviations over your purpose paragraph. You need to expand it. Requires further care and management following his transfer tomorrow. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? Otherwise, he will be transferred tomorrow. So make sure that you are using appropriate punctuations as well as your grammatical errors are not in your purpose paragraph. Make sure on that. Okay, അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പർപ്പസ് പാരാഗ്രാഫ് ആണ്. നമ്മൾ കുറെ നാളുകളായിട്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്നത്. മേ ബി നിങ്ങൾ ടെൻഷൻ ഉണ്ടായിരിക്കാം, നിങ്ങൾ വറി ആയിരിക്കാം എക്സാമിനെ കുറിച്ചിട്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്തായാലും കൺഫേം ചെയ്യണം അതിൽ നിങ്ങൾ പങ്ക്ച്വേഷൻസ് ഓക്കെ അല്ലേ, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടല്ലേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇല്ലല്ലോ. നമ്മൾ പെട്ടെന്നുള്ള എമർജൻസിയിൽ എഴുതുമ്പോൾ ഐ എം റൈറ്റിംഗ് ടു എഴുതാറില്ല. ടു ഒക്കെ ഒരു ഇതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല ചിലപ്പോൾ. മേ ബി വായിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പർപ്പസ് പാരാഗ്രാഫ് അല്ലെങ്കിൽ ഓരോ പാരാഗ്രാഫ് കഴിയുമ്പോഴും യു മസ്റ്റ് റീഡ് ദ പാരാഗ്രാഫ് ആൻഡ് അതിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്സ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ദിസ് അബൌട്ട് ദ ട്രാൻസ്ഫർ കേസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അർജന്റ് കേസ്. അർജന്റ് കേസസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാണാറുള്ളത്? മേ ബി പേഷ്യന്റിന്റെ ഒരു സിംറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് അർജന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഒരു വൈറ്റൽ പാരാമീറ്റേഴ്സിൽ വന്നിട്ടുള്ള ഒരു വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവരെ നമ്മൾ എമർജൻസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു കേസസിനെയാണ് നമുക്ക് അർജന്റ് കേസ് എന്നുള്ളത് പറയുന്നത്. ഒരിക്കലും അതൊരു നേഴ്സിന്റെ അസംഷനിൽ വരുന്നതല്ല. നേഴ്സ് മീൻസ് ആ കാൻഡിഡേറ്റിന്റെ അസ്യൂം ചെയ്തിട്ട് അത് അർജന്റ് ആണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് വെക്കരുത്. അത് റോങ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ OET ലെറ്റേഴ്സിൽ അതൊരു അർജന്റ് ആണ്, എമർജൻസി ആണ്, ഇമ്മീഡിയറ്റ് ആണെന്നുള്ള ഒരു ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിനെ ഒരു അർജന്റ് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ you must consider the case as urgent. Then you need to write like this. I am writing to refer Mr. X who has persistent chest pain. The condition or the diagnosis may be variant according to the case note and he requires urgent or immediate care and management. അതും purpose depends ആണ്. Purpose and diagnosis is closely depend upon your case note. So must read the case note first, then you can came to the conclusion of your diagnosis as well as purpose of this letter. Okay, അർജന്റ് എന്നാണെങ്കിലും ഇമ്മീഡിയറ്റ് എന്നാണെങ്കിലും എമർജൻസി എന്നാണെന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ തന്നെയാണ്. ഏത് വേർഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്താലും അത്
അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. സോ യു ക്യാൻ യൂസ് whatever you want, but make sure that you are not repeating the words again. Maybe some discharge plans ൽ അതിൽ വീണ്ടും ഇതേപോലെ തന്നെ he requires അല്ലെങ്കിൽ it would be beneficial if you could provide immediate care and management എന്ന് തന്നെ യൂസ് ചെയ്യാൻ അവിടെ എങ്ങനെയായി യൂസ് ചെയ്യാൻ നോക്കുക, അനദർ വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക. യു ക്യാൻ യൂസ് ഇനോൺസ് അല്ലെ, അതിന് പകരം എമർജൻസി യൂസ് ചെയ്യുക, എമർജൻസി ഇന്റർവെൻഷൻസോ അല്ലെങ്കിൽ ഇവാലുവേഷനോ അങ്ങനെ പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ട് സെന്റൻസസ് മേക്ക് ചെയ്യാനായിട്ട് നോക്കാം. Okay, then next one is home visits. Home visits എങ്ങനെയാണ് ഒരു കേസ് നോട്ടിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്? നമ്മൾ ക്ലോസ്ലി റീഡ് ചെയ്ത് പോകുമ്പോൾ മേ ബി അവരായിട്ട് തന്നെ വിസിറ്റ്സ് വേണം അല്ലെങ്കിൽ വിസിറ്റ് അറ്റ് ഹോം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് സം കേസസിൽ നിങ്ങൾക്കത് അങ്ങനെ ഒരു വിസിറ്റ്സ് എന്നുള്ള ഇൻട്രൊഡക്ഷൻ അതിലെവിടെയും കാണാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യണം അത് എങ്ങനെയാണ് എന്നുള്ളത്. അതിന് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ബിക്കോസ് എന്തെങ്കിലും ഒരു കെയർ ക്ലോസ്ലി കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ഹോമിൽ ഉള്ളത് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഏത് ടൈപ്പ് ഓഫ് ലെറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്? ഒബ്വിയസ്ലി അത് ഹോം വിസിറ്റ്സിന്റെ അണ്ടറിലേക്കാണ് വരുന്നത്. ബിക്കോസ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിനുള്ള ചില ഓപ്ഷൻസ് ആണ്. അവർക്ക് ഷവറിങ്ങിന് അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ അവരുടെ കുക്കിങ്ങിന് അസിസ്റ്റൻസ് വേണം, ഹൗസ് ഹോൾഡ് തിങ്സിന് അസിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ ബേബീസിനാണ് അസിസ്റ്റൻസ് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ അതിന് വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. പേഷ്യന്റ് കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആണ്, അവർക്ക് മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോസിബിൾ അല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ ഒരു കേസ് നോട്ടിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിൽ ഓവറോൾ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കേസിനെ ഹോം വിസിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ഒരു കേസിൽ പർപ്പസ് പാരാഗ്രാഫ് എങ്ങനെ വരും? ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് ഹോം വിസിറ്റ്സ് ഫോർ മിസ്റ്റർ എക്സ് who has been recovering from a wound also. So അത് ഡിപ്പെൻസ് ആണ്. As I told you before, requires assistance for wound dressing. സോ അത് മേ ബി ആ കേസ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പർപ്പസസിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്ലാനിൽ ആ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ഹോം വിസിറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സിംഗിൾ ഹോം വിസിറ്റ് ആണ് ആ പേഷ്യന്റിന്റെ നീഡ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടി വരിക? ഐ എം റൈറ്റിംഗ് ടു റിക്വസ്റ്റ് എ ഹോം വിസിറ്റ് ഫോർ മിസ്റ്റർ എക്സ് അല്ലെങ്കിൽ ഫോർ മിസ്റ്റർ സോ ആൻഡ് സോ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവസാനിപ്പിക്കാം. Okay, these four home visit, and next one is suspected case. Suspected case എന്ന് പറയുന്നത് എന്താണ്? We are not confirmed with the diagnosis. We are suspecting that the patient has some problems related to this complaints. ആ ഒരു കേസിനെയാണ് നമ്മൾ സസ്പെക്റ്റഡ് കേസ് ആയി ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു കേസിലായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് മെലനോമ. ഫോർ ദാറ്റ് കണ്ടീഷൻ ആയിരിക്കാം നമ്മൾ എന്ത് കൊടുക്കുന്നത്? അവർക്കൊരു ഫർദർ അസസ്മെന്റ് അല്ലെങ്കിൽ ഫർദർ ഇവാലുവേഷൻ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? റിക്വയർസ് ഫർദർ അസസ്മെന്റ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇന്റർവെൻഷൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു സസ്പെക്റ്റഡ് കേസിൽ വരുന്നത്. ഇവിടെ കേസസ് ഡിപ്പെൻഡ് ആയിരിക്കാം. സസ്പെക്റ്റഡ് എന്നുള്ളത് അവര് മേ ബി സസ്പെക്റ്റഡ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരിക്കില്ല. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്ററിൽ കണ്ടന്റിൽ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം അതൊരു സസ്പെക്റ്റഡ് കേസ് ആണ്. വി ആർ നോട്ട് കൺഫേം വിത്ത് ദ ഡയഗ്നോസിസ്, ദെൻ യു നീഡ് ടു റൈറ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഫോർ സസ്പെക്റ്റഡ് കേസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോൺ കേസ്. കോമൺ ആയിട്ട് യൂഷ്വലി മിസ്റ്റേക്സ് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് സസ്പെക്റ്റഡ് കേസ് അതേപോലെ തന്നെ നോൺ കേസ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ആണ്. You have to read the case note carefully. After identifying that it's a non-case, you need to write like this. I am writing to update the current health status of Mr. X, who underwent knee replacement surgery, requires assistance for ongoing care and management. അതെന്തുകൊണ്ടാണ് അപ്ഡേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ നോൺ കേസ്. ആ ഒരു റിസീവർ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോണന്റ് എന്തറിയാം? അതിന്റെ ആ പേഷ്യന്റിന്റെ പാസ്റ്റ് ആസ് വെൽ ആസ് സോഷ്യൽ ഹിസ്റ്ററി അറിയാവുന്നതാണ്. അതുകൊണ്ടാണല്ലോ അത് നോൺ കേസ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ റഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അവർ കൊടുക്കാറുണ്ട്. ബട്ട് അവർ മെൻഷൻ ചെയ്യും ആ ഒരു ഒപ്പോണന്റ് അഡ്രസ്സിൽ ടു ഹിസ് GP അല്ലെങ്കിൽ ടു ഹിസ് ഇന്ന ആള് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ഹിസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ നോൺ കേസ് ആണ് വരുന്നത്. സോ ആ ഒരു ടൈപ്പില്
ഒരിക്കലും നിങ്ങൾ ഐ എം റൈറ്റിംഗ് ടു റഫ് എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. സോ ആ ഒരു ടൈമിൽ അത് എന്തായിരിക്കും, അത് ടോട്ടലി റോങ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോറി. സോ ആ ഒരു പീരീഡിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്തെന്നുള്ളത്, അതൊരു നോൺ കേസ് ആണ്, സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് റൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഐ എം റൈറ്റിംഗ് ടു അപ്ഡേറ്റ് കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ എക്സ് ഹു അണ്ടർവെന്റ് knee replacement surgery requires assistance for ongoing care and management എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് റൈറ്റിംഗിലെ ടോട്ടൽ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാനുള്ളത്. Sorry, hope you are understood about these points. Okay, so that's the reflection. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. All the best.